നമ്മുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയിൽ കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു. ഒരു വയോധികൻ അദ്ദേഹത്തിന്റെ പെൻഷൻ പണം കൊണ്ടുവന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, UDF അധികാരത്തിൽ വന്നാൽ പെൻഷൻ കിട്ടൂല, അങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വ്യക്തി അത് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ ആ പണം വാങ്ങി തിരിച്ച് അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് തട്ടി സമാധാനിപ്പിച്ച് വിടുന്ന ഒരു ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതിന് പിന്നാലെ ഈ വയോധികന്റെ ഒരു ബൈറ്റ് അല്ലെങ്കിൽ ആ വയോധികൻ ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. തനിക്കിതൊന്നും അറിയില്ലായിരുന്നു, പാർട്ടി തന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു, താനത് ചെയ്തു, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും CPM-ന്റെ PR വർക്ക് ആയിരുന്നു അവിടെ നടന്നത് എന്നുള്ളത്. ആ PR വർക്കിൽ തെറ്റില്ല, കാരണം PR വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള PR ചെയ്യുമ്പോൾ എല്ലാം തന്നെയും ഫ്ലോപ്പ് ആയി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് CPM കൊണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ചു നാൾ മുൻപ് അതിജീവിതയോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ലവ് ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞ് കപ്പിൽ ചായ കുടിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ PR-ന്റെയും പിന്നിലെ തല എന്ന് പറയുന്നത് നികേഷ് കുമാറിന്റേതാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് അറിയാം. അത് MV നികേഷ് കുമാറിന്റേത്. ഈ നികേഷ് കുമാറിനെ കുറിച്ച് ഒരു പറഞ്ഞ് പ്രതിഫലിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വോട്ടിന് വേണ്ടി കിണറിലിറങ്ങി കിണറേഷ് കുമാറായി മാറിയ വ്യക്തിയാണ്. സ്വന്തമായി പോലും ഒരു എന്ത് ചെയ്താലാണ് വോട്ട് പിടിക്കാൻ സാധിക്കുക എന്നറിയാത്ത നിലയിലേക്ക് പോകുന്ന ഈ പറയുന്ന നികേഷ് കുമാറാണ് ഇന്നിപ്പോൾ CPM-ന്റെ PR വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അല്ല, അങ്ങനെ ഈ സ്വന്തമായി ഇത് ചെയ്യാൻ അറിയാത്ത ഒരു വ്യക്തി സാർ എന്ന് വിളിച്ച് ബഹുമാനപൂർവ്വം പറഞ്ഞോളൂ. അല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു കാര്യമല്ല നമ്മൾ പറയുന്നത്. അദ്ദേഹത്തെ ഒരു PR ആയോടെ നിർത്തും, PR വർക്കുകൾക്ക് വേണ്ടി അതിന്റെ നേതൃത്വം നൽകിക്കൊണ്ട് CPM നിർത്തുമ്പോൾ ചിന്തിക്കേണ്ടിയിരുന്നു ഒരുപക്ഷെ അദ്ദേഹം തന്നെ ചെയ്ത പല മണ്ടത്തരങ്ങളും പിന്നീട് ട്രോളുകളായി മാറിയിട്ടുണ്ട്. അപ്പോൾ CPM-ന് അദ്ദേഹത്തിന്റെ അഡ്വൈസോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് ട്രോളായി മാറുമെന്നുള്ളത് അത് ചിന്തിക്കാത്തിടത്തല്ലേ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. ഹർഷ പറഞ്ഞ ആദ്യത്തെ കാര്യത്തിലേക്ക് തന്നെ വരാം. നമ്മൾ ഈ ജെനുവിനിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെ, ആ ജെനുവിനിറ്റി ഈ പറയുന്ന PR വർക്കിൽ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അത്ര കണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഇപ്പോൾ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിരിക്കണം, എങ്ങനെ കൈവീശണം എന്നൊക്കെ എത്രയും പഠിപ്പിച്ചിട്ടും കഴിഞ്ഞ ദിവസം അമ്പൂരിൽ ആ പാവം പെൺകുട്ടി ഒരു ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരു വ്യക്തി ജാത്യാലുള്ളത് തൂത്താ പോകില്ല എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. ജാത്യ ഉള്ളത് തൂത്താ പോകില്ല എന്ന് പറഞ്ഞാൽ നമ്മളിലെല്ലാം നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ നമ്മുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെയൊക്കെ ഒരു സ്വഭാവത്തിൻ്റെ അംശം കാണും. അതാണ് ഈ നമ്മളെ ജാത്യ എന്ന് പറഞ്ഞാൽ പാരമ്പര്യം. അപ്പോൾ പാരമ്പര്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻഹെറിറ്ററി എന്നല്ലേ പറയുക. എനിക്കത് ആ വാക്ക് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ പാരമ്പര്യമായിട്ടുള്ളതേ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. ഇപ്പം നിങ്ങളൊരു തമാശ പറയുമ്പോൾ അവിടെയും ഞാൻ ഊതിപ്പീർപ്പിച്ച ഒരു മുഖമായി ഇരിക്കാതെ ആ തമാശ ആ സെൻസിലെടുത്ത് ചിരിക്കുന്ന ഒരു ജെന്യൂനിറ്റി എനിക്കുണ്ടെങ്കിൽ ഞാൻ ചിരിക്കും. അപ്പോൾ ഈ ജെന്യൂനിറ്റി ഇവരുടെ ഈ PR വർക്കിൽ ഉണ്ടാകില്ല. ആ PR വർക്ക് എന്ന് പറയുന്ന ഈ മേൽപ്പറഞ്ഞ വ്യക്തിയും അത്തരത്തിൽ ജെന്യൂനിറ്റി ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആ ജെന്യൂനിറ്റി ഇല്ലായ്മ ഞങ്ങളുടെ കരിയറിലുടനീളം, എൻ്റെ കരിയറിലുടനീളം ഞങ്ങളുടെയൊക്കെ പല സുഹൃത്തുക്കളുടെ ഞങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ജെന്യൂനിറ്റി ഇല്ലായ്മ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു പത്രപ്രവർത്തകനായിരുന്നു, MV നികേഷ് കുമാർ. പക്ഷേ അദ്ദേഹത്തിന് ഒരു ജെന്യൂനിറ്റി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് നമുക്ക് ഒരു ഇൻറ്റിമസി, ഒരു അടുപ്പം. നമ്മളിപ്പോൾ രണ്ട് വ്യക്തികളായിരുന്നു ഇങ്ങനെ ഈ ഫ്ലോറിൽ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നു. നമ്മൾ പറയുന്ന ആശയങ്ങളും അല്ലെങ്കിൽ പറയുന്ന വിഷയങ്ങളും അല്ലെങ്കിൽ ഇതിനപ്പുറവും നമുക്കൊരു സൗഹൃദം അല്ലെങ്കിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ അഭിനയം മാത്രം കാണിച്ചാൽ അതിനൊരു ജെന്യൂനിറ്റി ഉണ്ടാവില്ല. അവിടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജെന്യൂനിറ്റി ഇല്ലായ്മയായിരുന്നു. അപ്പോൾ കപ്പിൽ വെച്ചുകൊണ്ട് ആ പരസ്യം അത് അദ്ദേഹം തന്നെ പറഞ്ഞ് ഫോട്ടോ എടുപ്പിച്ച് കൊടുത്തില്ലെന്ന് ആര് കണ്ടു? അത് തിരുവനന്തപുരത്ത് നടന്ന ഒരു പരിപാടിയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ എന്തോ ഒരു സർക്കാരിൻ്റെ ഒരു പരിപാടി തന്നെ ആയിരുന്നു. അന്ന് പണിയൊന്നുമില്ലാതെ മന്ത്രിമാരെല്ലാം കൂടെ വന്നിരുന്നു. കാര്യം ഇവർക്കൊക്കെ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം ഈ പറയുന്ന പോലെ ആദ്യമൊന്നും ആൾക്കാരുമായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്ന ആളല്ല. പക്ഷെ ഇതുപോലെ ഈ ഏച്ച് കെട്ടി മുളച്ചു നിൽക്കുന്ന ഒരു പരിപാടിയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സൈലന്റ് ആയിട്ടാണ് അദ്ദേഹത്തിന് പത്രപ്രവർത്തക സുഹൃത്തുക്കളാണ് ഉണ്ടായിരുന്നത്. സഖാവ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണം, സഖാവ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് പറയുന്നവരുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം സ്റ്റഡി ചെയ്ത് ചെയ്യുള്ളായിരുന്നു, എന്തും പറഞ്ഞാൽ കണ്ണും പൂട്ടി ചെയ്യില്ലായിരുന്നു. ഇത് നടക്കുന്നത് അങ്ങനെ, ഇരിക്കുന്നത് ഇങ്ങനെ, ചായ കുടിക്കുന്നത് ഇങ്ങനെ. ഇത് MV നികേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഈ PR കൺസൾട്ടൻസി ഏറ്റെടുത്തോ? കാര്യം ഇത്ര ക്യാപ്സൂള് ഒരു ദിവസം ഇറക്കി വിടണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്ന അദ്ദേഹം അടങ്ങുന്ന സംഘം AK സെൻറ്ററിൽ ഒരു പുതിയ AK സെൻറ്ററിൽ ഇവർക്കായിട്ടൊരു നിരത്തി ഒരു 20 സെറ്റ് സിസ്റ്റവും അദ്ദേഹവും ലാപ്ടോപ്പുമായിട്ടുണ്ട്. ഇദ്ദേഹം ഭയങ്കര ഇൻവോൾവ്മെന്റ് ആണ്, വർക്കിൽ ഭയങ്കര ഇൻവോൾവ് ആയ ആളാണ് ഈ നികേഷ് കുമാർ. അപ്പോൾ നമ്മൾ അല്പം മുമ്പ് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സതീശൻ, പ്രതിപക്ഷ VD സതീശൻ കഴിഞ്ഞ ദിവസം ഹർഷ കണ്ടു
നമ്മുടെ മാധ്യമപ്രവർത്തകർ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ എനിക്കെതിരെ ക്യാപ്സൂളുകൾ ഇറക്കി വിടാനായി ശ്രമിക്കുന്നത് നിങ്ങൾ. അതെ, അത് നമ്മൾ കൃത്യമായി കേട്ടിരുന്ന ഒരു കാര്യമാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് 5-10 കാർഡുകൾ അടിച്ചിറക്കും വി ഡി സതീശനെതിരെ. ആ കാർഡുകൾ അവരുടെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും അല്ലാതെയും ഷെയർ ചെയ്ത് കേരളത്തിലെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് എത്തിക്കും, എല്ലാവരുടെയും കൺമുന്നിലേക്ക് എത്തിക്കും എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി പി ആറിന്റെ ഒരു തെറ്റിപ്പോകൽ, അല്ലെങ്കിൽ പി ആർ ചെയ്യുന്നതെല്ലാം മണ്ടത്തരമായി പോകുന്നൊരു നിലയിൽ. അതായത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ചെയ്യുന്നതല്ല. നമ്മൾ പല കാര്യങ്ങളും മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രി ചെയ്ത പി ആർ വർക്ക്, മലപ്പുറം പരാമർശം, അതൊരു പി ആർ വർക്കായിരുന്നു, അത് പൊളിഞ്ഞു പോയി. അല്ല, പി ആർ ഒക്കെ CPM ചെയ്യാൻ കണ്ടുപഠിക്കേണ്ടത് ഷാഫി പറമ്പിലിനെയാണ് കേട്ടോ. അല്ല, ഈ ആഗോള അയ്യപ്പ സംഗമം മറ്റൊരു പി ആർ വർക്കായിരുന്നു. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് പൊളിഞ്ഞു പോകാനുള്ള പി ആർ വർക്കുകളേക്കാൾ കൂടുതൽ ചെലവ് കുറച്ച് ആരും, അതായത് പി ആറിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലായത് ഷാഫി പറമ്പിലിന്റെ പി ആറിലൂടെയാണ്. അതായത് അദ്ദേഹം ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം മനസ്സറിഞ്ഞ് പ്രകടനത്തിൽ, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ, അദ്ദേഹത്തിന്റെ ഇഴുകിച്ചേരലിൽ ആൾക്കാരെ കൂടെ നിർത്തുന്നതിൽ ഒരു ജെനുവിറ്റി ഉണ്ട്. അതെ, അപ്പോ അത് കണ്ടുപഠിക്കണം യഥാർത്ഥത്തിൽ. അങ്ങനെയാണ് പി ആർ വർക്കുകൾ ചെയ്യേണ്ടത്. പി ആർ തെറ്റാണെന്നോ മോശമാണെന്നോ പറയുന്നില്ല. ഇന്നത്തെ കാലത്ത് നേരത്തെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ഈ പറയുന്ന ടെലിവിഷനിലൂടെ മാത്രം, വാർത്തകളിലൂടെ മാത്രം എല്ലാ കാര്യങ്ങളും കണ്ടിരുന്ന ജനതയിൽ നിന്നും മാറി ഇന്നിപ്പോൾ എല്ലാവരുടെയും വിരൽത്തുമ്പുകളിൽ എല്ലാ ഡീറ്റെയിൽസും വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം പി ആർ വർക്കുകൾ ചെയ്യാൻ. ഇവർ പകുതി ന്യൂ ജനറേഷനും പകുതി ആ ഒരു ഓൾഡ് ജനറേഷനിലും നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അടുത്ത് പോയി നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പോയി പറഞ്ഞൊരു കാര്യം. അതെ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് ഇന്നത്തെ കുട്ടികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളത് പോലെ അവർ മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതും പി ആർ വർക്കിന്റെ ഭാഗമായിരുന്നു. തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ശൈലജ ടീച്ചർ, പക്ഷേ അവിടെയും ഫ്ലോപ്പായി പോയി. എല്ലാം ഇത്തരത്തിൽ കയ്യിൽ നിന്ന് പോകുന്ന ഒരു നിലയിലേക്ക് എന്തായാലും നികേഷ് കുമാറിന്റെ ബുദ്ധി എവിടെയൊക്കെയോ പാളി തുടങ്ങിയിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നികേഷ് കുമാറിന്റെ ബുദ്ധി എവിടെയൊക്കെയോ പാളി തുടങ്ങി എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, പക്ഷേ ഇതിനകത്ത് ഹർഷ പറഞ്ഞ ഒരു കാര്യം പറയേണ്ടി വരും. ഈ കിണറേഷ് കുമാർ എന്ന് പറയുന്ന സംഭവം ഉണ്ടായില്ലേ, അത് അദ്ദേഹത്തിനല്ലാതെ അഴീക്കോട് എന്ന് പറഞ്ഞ സീറ്റ് എന്ന് പറഞ്ഞാലേ എത്ര പിന്നെ സുരക്ഷിതമായ ഒരു സീറ്റ് എന്നറിയോ. അവിടെ ഷാജിയെ കൊണ്ട് ഇദ്ദേഹത്തെ നിർത്തി ഈ കിണറ്റി ഇറങ്ങിയ ഒറ്റ കാരണം കൊണ്ടാണ് ഇദ്ദേഹം തോറ്റുപോയത്. അതെ, തീർച്ചയായിട്ടും. അത് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം വിചാരിച്ചു കിണറിൽ ഇറങ്ങുമ്പോൾ തന്നെ ഈ പറയുന്നത് പോലെ ആളുകൾ അങ്ങ് തനിക്ക് വേണ്ടി വോട്ട് ചെയ്ത. സത്യത്തിൽ ഞങ്ങൾക്കെല്ലാം ചിരിയാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ റിപ്പോർട്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹം മത്സരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹവുമായി ആഭിമുഖ്യമുള്ളവരെല്ലാം അദ്ദേഹം അവിടെ ഇലക്ഷൻ വർക്കിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഇദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്കെല്ലാം അതിശയമായിരുന്നു, ഇദ്ദേഹം എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. കാര്യം വളരെ ഓവറാണ്, ചില കാര്യങ്ങളൊക്കെ വളരെ ഓവറാണ്. അതാണ് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അവസാനം ഇത് പറഞ്ഞു വെക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന പി ആർ വർക്ക് എന്ന് പറയുന്നത് ഹർഷ പറഞ്ഞതുപോലെ ഇവർക്ക് ഒരു ജെന്യൂനിറ്റി ഇല്ലാത്ത ആളുകളാണ് എന്ന് ജനം തിരിച്ചറിയുന്നു എന്ന് ഇവർ ഇനിയെങ്കിലും മനസ്സിലാക്കുക. അതായത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നെ എന്താ പറയുക, സമരങ്ങളുടെ നായകൻ എന്നൊക്കെ പറഞ്ഞ് സെക്രട്ടേറിയറ്റ് സർവീസ് സംഘടന തിരുവാതിര കളിച്ച സംഭവം ഓർമ്മയുണ്ടല്ലോ അല്ലേ? അല്ല, അത് എനിക്കറിയാവുന്ന നേതാക്കളൊക്കെ അതിനകത്തുണ്ട്. അത് തന്നെ എന്ത് ക്ലീഷയായിരുന്നു. അപ്പോൾ നിരന്തരം ഇങ്ങനെ വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരുന്നാൽ ഇവർക്ക് മനസ്സിലാവില്ലേ, തങ്ങൾ ആളുകളുടെ മുന്നിൽ വിഡ്ഢികളാവുകയാണെന്ന് ഇവർക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ ഈ വിഡ്ഢിവേഷം ഇനി അഴിച്ചു വെക്കാൻ എത്ര നാളുകൂടെ കേരള ജനത കാത്തിരിക്കേണ്ടി വരും എന്ന് നമ്മൾ ആരുടെ ചോദിക്കണ്ടേ?